അടുത്ത സബ്സിഡിയിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. നമ്മൾ ഡോക്ടർ പണി കഴിഞ്ഞു, പിന്നെ സൈക്കിൾ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മിഷൻ വണ്ടർഫുഡ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി കര കുളം കുളം കര കര കുളം കുളം കര. ഇന്ന് നമ്മളൊരു വീടിനുള്ളിലാണ്. നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് നമ്മളെ മിഷൻ സ്റ്റാർട്ട് ചെയ്ത് തീർച്ചയായിട്ടും ഇന്ന് നമ്മളൊരു വീടിൻ്റെ ഉള്ളിലാണ്. അതായത് നമ്മളെ ഇന്നലെ പരിചയപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ നമ്മുടെ റഷീഖിന്റെ വൈഫിന്റെ വീട്. അതായത് നിയറസ്റ്റ് ആണ്, അടുത്തടുത്താണ്, തൊട്ടടുത്ത വീടാണ്. ഒരു മതിൽ അപ്പുറത്ത്. അതെ, ഒരു വിളിക്കപ്പുറവും അപ്പുറവും ഇപ്പുറവും. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ്, നമ്മുടെ ഈ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതാ നല്ല തീർച്ചയായിട്ടും ചിക്കൻ കറിയും. അതെ അതെ, നൈസ് പത്തിരിയും ചിക്കൻ കറിയും കൂട്ടിയിട്ട് അടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബാക്കി വീഡിയോസ് ഒക്കെ നമ്മുടെ പൊയിനാച്ചി ആ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേൾക്കണമായിരുന്നു, എന്തൊക്കെയാണോ കിട്ടാത്ത പേരാണ്, അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത്. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വീഡിയോസ് പോകണം. അപ്പോൾ ഞങ്ങളുള്ളത് പെരളെടുക്കത്താണ് കേട്ടോ, പെരളെടുക്കാം. അവിടെ മീത്തൽ സ്റ്റോറിലാണ് ഉള്ളത്. അപ്പോൾ വേടകം പഞ്ചായത്ത് അല്ലേ. അപ്പോൾ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞ സജിത്തേട്ടൻ പറഞ്ഞ സ്ഥലം ഇവിടെയായിരുന്നു അല്ലേ, നമ്മുടെ സജിത്തേട്ടൻ? യെസ്. അപ്പോൾ ഇവിടെ വന്നു. എന്താ, ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് നല്ലൊരു കഞ്ഞിയും ബിരിയാണിയും കാര്യങ്ങളെല്ലാം തന്നു. അതിന് പുറമെ നല്ല സപ്പോർട്ടും സംഭാവനകളായിട്ട് തരികയും ചെയ്തു. അതുമാത്രമല്ല, ഒരു ഗംഭീര സ്വീകരണമെല്ലാം ഏർപ്പാടാക്കി. ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഇവരെല്ലാം, ഈ നാട്ടുകാരെല്ലാം നമ്മുടെ ഈ പരിപാടിയെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള തെളിവുകളാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ഇനി ഞങ്ങളോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? സംരംഭമായി വന്നത് തന്നെ പ്രത്യേകിച്ച് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മാതൃക സമൂഹത്തിനാകെ വിഭാവനം ചെയ്ത രീതിയിലാണ്. എന്ത് തന്നെയായാലും ഇതിനോട് പൂർണ്ണ പിന്തുണ ഞങ്ങൾ എല്ലാവരും കൂടെ, ഈ നാട്ടിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾ പോകുന്ന രാജ്യത്തെമ്പാടും, നമ്മുടെ ഈ ഇന്ത്യയിൽ മൊത്തം പോവുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഇതിന് പൂർണ്ണ സപ്പോർട്ട് ചെയ്യും. കാരണം 1 രൂപയ്ക്ക് 5 വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിത്ര സംഭവമാണ്. അത് നിങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് മാറാനും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിട്ട് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു. ഒരാശയാണ് ഇത്. പിന്നെ കാരണം ഒരു യുവതലമുറ ഇത് ശരിക്കും ഒരു മാതൃകയാക്കേണ്ട ഒരു പ്രവർത്തനമാണ്. കാരണം കേവലം ഒരു 2 ബൈസൈക്കിളിൽ ഇന്ത്യ മൊത്തം കറങ്ങി ഒരു 5 വീട് എന്നൊരാശയം പിന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്ന ഈ 2 യുവാക്കൾക്കും ഞങ്ങളുടെ നാട്ടുകാർ, കുളത്തൂർ, പെരളെടുക്കം ഉള്ള എല്ലാ നാട്ടുകാരെയും എല്ലാവിധ സപ്പോർട്ടും പിന്നെ ഉണ്ടാവും. അതേപോലെ നല്ല ആശംസകളും അറിയിക്കുന്നു. നിങ്ങളെ ഈ ഒരു ആശയം പ്രാവർത്തികമാവട്ടെ, ആവും. കൂടാതെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് പറ്റാവുന്നൊരു തുക, 1 രൂപ എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ഒരു കാലഘട്ടത്തിൽ ചെറിയൊരു തുകയല്ല, വലിയൊരു തുകയല്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നൊരു തുക ഇവർക്ക് സഹായിച്ചിട്ട് ഇവരെ ഒരു ആശയം പ്രാവർത്തികമാക്കാൻ നിങ്ങളും പങ്കാളികളാവുക. ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വിജയിക്കട്ടെ. താങ്ക് യു. മീതൽ സ്റ്റോർ ആണ് കേട്ടോ, പെരളെടുക്കം ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇട സൈഡിൽ ഇവിടെ ഒരു തട്ടുകടയും സ്റ്റോറും എല്ലാം കൂടിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം, ബിരിയാണിയും കഞ്ഞിയും
അങ്ങനെ എല്ലാം ഉണ്ട്. ബേക്കറിയും അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഷോപ്പാണ്. ഇതാണ് സ്ഥലം. നമ്മുടെ സൈക്കിളിൻ്റെ കാരിയർ പൊട്ടിയതുണ്ട്. നമ്മളെല്ലാ സാധനങ്ങളും ഇവിടെ നമ്മുടെ വെൽഡിങ് ഷോപ്പിലാണ് ബോക്സൊക്കെ ഇറക്കി. ഫസ്റ്റ് ടൈം നമ്മൾ ബോക്സ് ഇറക്കി. ഇപ്പോൾ അടുത്ത കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എല്ലാവരും ഉണ്ട്. ഞാനിപ്പോൾ പുതിയൊരു മെറ്റൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകും. ഇത് സെറ്റാക്കിയിട്ട് അതിൻ്റെ അളവ് ഇങ്ങനെയാണ് നമ്മുടെ പട്ടി അടിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഓരോ ഫുള്ള് അതിൻ്റെ വയറിങ് മൊത്തം അഴിക്കണം. അതിന് ശേഷം വേണം ബോക്സ് ഇറക്കാൻ. ബോക്സ് ഇറക്കിയിട്ട് വേണം അടുത്ത ഇതിനുള്ള സംഭവം സെറ്റ് ചെയ്യാൻ അല്ലേ? വയറിങ് നമ്മൾ അയച്ചു. ഇനിയെന്നുള്ള ഇന്നെന്തൊക്കെയാണുള്ളത്? ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വയറിങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് അടുത്തെന്തെങ്കിലും കാണാൻ ചെയ്യാനുള്ളത്. അതായത് ഇനിയിപ്പോൾ ഇത് ഊരണം, 2 സൈഡ് ഊരണം, സൈറ്റ് ഊരണം, ബോക്സ് ഊരെടുക്കണം, ബോക്സിലെ സാധനങ്ങൾ അഴിച്ചിടണം. ബോക്സിലെ സാധനങ്ങൾ മൊത്തം നമ്മളിവിടെ അഴിച്ചിട്ടതാണത്. അപ്പോൾ അവരിവിടെ സ്ഥലങ്ങളൊക്കെ ഇടാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പ്, ഡ്രസ്സും കാര്യങ്ങളും. ദൗത്യം ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു ഹെവി ടാസ്ക് തന്നെയല്ലേ മോനെ? തിരിച്ചിടുമ്പോൾ റബ്ബറൊന്നും മറന്നു കൊടുക്കാം. തിരിച്ചിടുമ്പോൾ നമ്മളിത് കണ്ടില്ലേ, ഇത് മൊത്തം നിൽക്കുന്നത് ടൈലാണ് നിൽക്കുന്നത്. ഇതൊക്കെ പൊട്ടിയതാണ്. കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ബോക്സ് നമ്മുടെ വർക്കിൻ്റെ ഓരോ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ TP ഇൻഡസ്ട്രിയിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സാധനം. ഇതാണ് നമ്മളെ പുതിയ കാരിയർ. ഇതാണ് വഴി ഉടനീളം നമ്മൾ ചോദിച്ചോളുന്ന സംഭവം. ഇത്രയേ ഉള്ള സംഭവം. മാഷിൻ്റെ വണ്ടീൻ്റെ സ്റ്റാൻഡില്ലാത്ത കോലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വണ്ടിയും ഇതാ സ്റ്റാൻഡില്ലാത്ത കോല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ഇങ്ങനൊരു സാധനം വാങ്ങാൻ കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാലോ. ഇത് മാർക്കറ്റിൽ എവിടെയും കിട്ടാത്തൊരു സാധനമാണ് ഇതിങ്ങനെ. ഇത് നമ്മളിവിടെ വർക്ക്ഷോപ്പിൽ, അതായത് നമ്മുടെ TP ഇൻഡസ്ട്രിയിൽ നമ്മളെ ആൾക്കാർ ഇവിടെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് കേട്ടോ. ഇതെന്തിനാണ് സംഭവിച്ചാൽ, ഇത് നമ്മളിങ്ങനെ ഇടുന്നു, ഈ കമ്പി ഇവിടെ ഇടുന്നു, ഇതിലേക്കാണ് നമ്മളെ കാരിയർ വന്ന് ഫിറ്റാവുക. അടുത്ത ഫാക്ടറിയിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. നമ്മൾ ഡോക്ടർ പണി കഴിഞ്ഞു, പിന്നെ സൈക്കിൾ പണി കഴിഞ്ഞു. ഇന്നത്തെ വെൽഡിങ് പണിയിലേക്കാണ് പോകുന്നത്. വെൽഡിങ് പണിയെടുക്കുന്ന പ്രതീക്ഷ
വല്ലപ്പോഴും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അമ്പിക്കുരി റാട്ടെല്ലാം കണ്ടില്ലേ. നമ്മൾ അടുത്ത വർക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കാരിയറൊക്കെ അടിച്ച് കഴിഞ്ഞു. നമ്മുടെ നെച്ചൂട്ടൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെഷർമെൻ്റൊക്കെ രണ്ട് സൈഡിലെ കണക്കും ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആക്കുകയാണ്. ആക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇതാ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ ഇതിൽ കാരിയർ നിർത്താൻ വേണ്ടി ഓട്ടോ ഇടുകയാണ് കേട്ടോ. ഓട്ടോ എടുത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇതാക്കി, ഇത് അവിടെ നിന്നൊരു സ്റ്റേ ഇവിടെ കൊടുത്ത്, അപ്പുറത്തുനിന്നൊരു സ്റ്റേ കൊടുത്ത്, ഇനിയിപ്പോൾ മീനെ മാഷിൻ്റെ പരിപാടി ഇതാണ്. കറക്റ്റ് മീൻ വണ്ടീൻ്റെ അതേപോലെ മാഷിൻ്റെ കുഴി എന്നറിയപ്പെടുന്ന സ്ഥലം. അല്ല, അങ്ങനെയല്ല, പിന്നെ മാഷ് ഈ കുഴി കാണിക്കാൻ വേണ്ടി വന്ന, അപ്പം അങ്ങനെ മാഷിൻ്റെ കുഴിയായി പോയതാണ്. ഇത് നമ്മളെ മാഷ്, ഇതാണ് നമ്മളെ സൈത്തേട്ടനാണ് കേട്ടോ. ഇവിടെ നിന്ന് പുതിയ നമുക്ക് കിട്ടിയ കമ്പനിയാണ്. മൂപ്പരിപ്പോൾ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രഷറാണ്. അതായത് മാഷിൻ്റെ, അപ്പോൾ മാഷിനെ നമുക്ക് ഇതിനകത്ത് ഇടണോ വേണ്ടിയോ എന്ന് ആലോചിക്കണം. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ നമ്മൾ വന്നിട്ട് എന്താ പറയുക, ടിപ്പറിൽ സാധനം കല്ലുകൾ ഇതിനുള്ളിൽ തട്ടും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വർക്ക് ചെയ്യാൻ നേരത്ത് അപ്പുറത്ത് താഴെ നിന്ന് ഇങ്ങനെ സാധനം ഇങ്ങനെ താഴേക്ക്, കല്ല് താഴേക്ക് പോകും കുഴി കൂടി. എന്നിട്ട് അവിടെ നിന്ന് അതിങ്ങനെ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഒരു വലിയൊരു സാധനം വെച്ചിട്ട് ഇരുമ്പിൻ്റെ മുട്ടി വെച്ചിട്ട് ഇടിച്ച് പൊട്ടിച്ച് പൊടി, അത് ഏത് തരത്തിലുള്ള സാധനം വേണം എന്നുള്ളത് പിന്നെ ഓരോരോ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതാണിത്. ഇതിൽ പിന്നെ ഒരു 10-12 ലോഡൊക്കെ സുഖമായിട്ട് തട്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതങ്ങനെ നല്ലൊരു സ്ഥലം കേട്ടോ. ഈ ഒരു ക്രഷറിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ ക്രഷർ ഉള്ളത് എവിടെയാ വെച്ചാൽ, ആശാൻ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? പെർളടുക്കാണ് സ്ഥലം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ക്രഷറിലേക്ക് പോകുന്ന വഴികൾ, ഇങ്ങോട്ട് കയറി വരുന്ന വഴിയാണ് നമ്മളിപ്പോൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് കാണാം ഏതെങ്കിലും ക്രഷറിൽ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ക്രഷറിലേക്ക് പോകുന്നൊരു വഴിക്ക് ഇങ്ങനൊരവസ്ഥ, അതായത് ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എത്ര മനോഹരമാണ് നോക്കി ആ കാഴ്ചകൾ. ഇതിൻ്റെ താഴേക്കുള്ളൊരു കാഴ്ച കൂടെ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒരു വഴിയാണ് കണ്ടോ. ഇവരിവിടെ ഒരു എന്താ പറയുക, ഒരു കാട് തന്നെ നട്ട് വളർത്തി സൃഷ്ടിച്ചിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാട് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിച്ചതെന്നാൽ, ഇതൊരു മരുഭൂമി പോലത്തെ സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതേപോലത്തെ സ്ഥലമായിരുന്നു ഇവിടെ. ഈ ക്രഷർ വന്നതോടുകൂടി എന്താ പറയുക, മൊത്ത കാര്യങ്ങളും, അതായത് ഇവിടുത്തെ മൊത്തത്തെ പരിസ്ഥിതിയിലെ മൊത്ത കാര്യങ്ങളും അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ക്രഷറും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവിടെയുള്ള മരങ്ങളും ഇതെല്ലാം തട്ടി നശിപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത രീതിയിലാക്കുക. പക്ഷെ ഇവർ ചെയ്തിരിക്കുന്നത് കണ്ടോ, പോകുന്ന വഴിയൊക്കെ എത്ര ഭംഗിയാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ എത്ര മരമൊക്കെ നട്ടുണ്ടാക്കാൻ പറ്റുമോ, ഇതെല്ലാം ഇവിടുത്തെ പരിപാടിയാട്ടോ. ഇവർ ചെയ്യുന്ന പരിപാടിയാണ്. ഇതെൻ്റെ ഒരു വാട്ടർ ടാങ്ക്, ഇതൊക്കെ അവരുടെ വണ്ടിയാണ്, കൃഷിയുള്ള വണ്ടിയാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ ചെറിയ എന്തോ ഒരു നിയമതടസ്സം ആണ്. ഇതുണ്ടോ സ്ഥലപ്പേര്, ഇതിനെ എന്താണ്, ടസ്കോ സ്റ്റോൺ ക്രഷർ അല്ലേ. ഇവിടെ ഒരു ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടല്ലേ ക്രഷറിൽ പാർക്ക് കാണണേ. അപ്പോൾ നല്ല സൂപ്പറാട്ടോ സ്ഥലം. ഇപ്പോൾ ഇവിടെ ആരും പ്രവർത്തനരഹിതമാണ് സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം. കൊറോണ ബാധിച്ചതുകൊണ്ട് ഇവിടെ എല്ലാം ഇപ്പോൾ താൽക്കാലികമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, ഒരു ക്രഷർ
ഒരു ക്രഷർ എന്ന ഇതുണ്ടോ, ഇതൊക്കെ വാട്ടർ ടാങ്കാണ്. ഇതിനുള്ളിലൊക്കെ നിറച്ച് വെള്ളമാണ്. ഒരു ക്രഷർ ഇങ്ങനെയുമാണോ? ഒരു ക്രഷറിലേക്ക് പോകുന്ന വഴിയാണിത്. ഈ വഴി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കയറി വരുന്ന വഴിയാണ്, ക്രഷറിലേക്ക് പോകുന്ന വഴിയാണിത്, ഇങ്ങനെ മുകളിൽ കൂടി. അപ്പം ചിന്തിച്ച് നോക്ക്, സൂപ്പർ അല്ലേ? പാർക്കാണ്, ക്രഷർ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ, രണ്ടും കൂടി ആയിട്ട് സൂപ്പർ സ്ഥലം കേട്ടോ. ഇതെവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ നല്ലൊരു ഏരിയ ആണ്. ഇതെങ്ങനെ നല്ലൊരു കവാടം, നല്ല പൂക്കൾ, അങ്ങനെ പോണൊരു സ്ഥലം. ഇതിങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ അവിടെയാണ് മെയിൻ ക്രഷർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നമ്മൾ ക്രഷറിലേക്ക് പോണ വഴിയാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇത് ഓരോരോ പരിപാടിക്ക് വേണ്ടി സെറ്റാക്കി കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ വർക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട കുഴി, ആ കുഴിയിലെ കല്ലുകൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് പൊടിച്ചിട്ട് അത് ഇതിലേക്ക് കയറി ഇങ്ങനെ താഴെ വന്ന് അവിടെ നിന്ന് ലോഡായിപ്പോവും. അതിങ്ങനെ കയറി ഈ റോഡ് കൂടി ഇങ്ങനെ പോയി, ഈ റോഡ് കൂടി ഇങ്ങനെ കയറി, പിന്നെ അതിങ്ങനെ വിശ്രമ സ്ഥലം, ചെറിയൊരു ഹാള് കാര്യങ്ങളെല്ലാം ഉണ്ട്. കുടിക്കാനുള്ള വെള്ളം, കോഫി എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വഴിയുണ്ട് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങളിവിടെ പറലെടുക്കത്താണ് കേട്ടോ, പറലെടുക്കാം. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളൊന്ന് വർക്കും കാര്യങ്ങളൊന്നും നടന്നില്ല. നമ്മുടെ സൈക്കിളിൻ്റെ ചെറിയ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെറുതല്ല, വലിയ പരിപാടിയായിരുന്നു. ഉച്ച 2 മണി തൊട്ടിട്ട് 1 മണി തൊട്ടിട്ട് ഏകദേശം 6 മണി വരെ സൈക്കിളിൻ്റെ കാരിയർ ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. ആ ഷോപ്പിൽ ഉണ്ടായിരുന്നതാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒത്തിരി നേരം അങ്ങനെ ഇരുന്ന് ഇപ്പോൾ നേരെ ഞങ്ങൾ സൈത്തേട്ടൻ്റെ കൂടെ ഇവിടെ വന്ന് ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ടൗണിൽ കുറച്ച് നേരം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളും വിശേഷവും കാര്യങ്ങളൊക്കെ. ഇന്ന് കളക്ഷൻ ഒന്നും നടന്നില്ല, ഇന്ന് ഒന്നുമില്ല കേട്ടോ, ഒന്നും ആയിട്ടില്ല. അപ്പോൾ വലിയൊരു കാര്യം കൂടിയുണ്ട്. പേരലെടുക്കത്തുനിന്ന് ഇതായാലും മറ്റൊരു വീഡിയോ കൂടി കേട്ടോ. അപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏകദേശം എന്താ പറയുക, ഇന്നത്തെ വർക്ക് നിർത്തി. അപ്പോൾ ഇന്ന് കുറേ വിശേഷങ്ങളുണ്ടോ, കുറേ വിശേഷങ്ങളിൽ വളരെ ചെറുതായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഇപ്പോൾ പറയാം, ബാക്കി രാത്രി. അപ്പോൾ നമുക്ക് ഇവിടെ എത്താൻ കാരണം ഉണ്ടായിരിക്കുന്ന ഒരാളുണ്ട്. അതായത് നമ്മുടെ ഇന്ന് വർക്കൊന്നും നടന്നില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ സൈക്കിളിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഈ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്, നമുക്ക് എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഒരു 2-3 ദിവസം മുമ്പ് പരിചയപ്പെട്ടാണ് നമ്മളെ സൈത്തേട്ടൻ ആ ബേക്കിൽ നിൽക്കുന്നു. അപ്പോൾ സൈത്തേട്ടനെ പരിചയപ്പെട്ട് 2-3 ദിവസം മുമ്പ് വരെ ഒരു ദിവസം നൈറ്റിൽ ഇതേപോലെ പരിചയപ്പെട്ടാണ്. അതുമുതൽ ഇപ്പോൾ വരെ ഈ നിമിഷം വരെ നല്ല സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഈ കാരിയറും കാര്യങ്ങളും ചെയ്യാമെന്ന് അറിയത്തില്ലായിരുന്നു. ഇൻഡസ്ട്രിയിൽ കാണിച്ചു തന്നു, അവിടെ പോയി അവരെ വിളിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തന്നു. അതുമാത്രമല്ല 1 മണി തൊട്ടൊരു 5-6 മണി വരെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, വർക്കും കാര്യങ്ങളും എല്ലാത്തിനും. അപ്പോൾ അത്രയും സപ്പോർട്ടായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, പൈസ ഒന്നും കൊടുക്കാൻ സമ്മതിച്ചുമില്ല. അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പിന്നെ പറയാം കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് വന്നു, ഭക്ഷണവും കാര്യങ്ങളെല്ലാം വാങ്ങി തന്നു. അതിന് ശേഷം നമ്മുടെ മൊബൈൽ ഷോപ്പിൽ വന്നിട്ട് നമ്മുടെ ഇക്കാനെ പരിചയപ്പെടുത്തി. ഇക്കാൻ്റെ പേരെങ്ങനെയായിരുന്നു? ജയനാണ്. അപ്പോൾ ഇക്കല്ല, ജയൻ ചേട്ടനാണ്. ജയൻ ചേട്ടനാ? പിന്നെ ജയൻ ചേട്ടനെ പരിചയപ്പെടുത്തി തന്നു. അദ്ദേഹം ഇവിടെ മൊബൈൽ ഷോപ്പിൻ്റെ ഒരു ഓണറാണ്. ഈ മൊബൈൽ ഷോപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മൊബൈൽ ഹബ്ബ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ടൗണിൽ തന്നെ പേരിലെടുക്കത്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് കേട്ടോ. ഭയങ്കര സപ്പോർട്ട്. നമ്മുടെ ആശയം കേൾക്കുകയും നമ്മുടെ ആശയത്തോട് അത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവർ നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് പറയാനില്ല, അതാണ്.
ഇതാ പെരളെടുക്കുന്ന ഒരു വീഡിയോയും കൂടി വന്നിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കും കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോയ്ക്ക് അവസരം കിട്ടിയാൽ ഇനിയും എടുക്കുകയെ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. വർക്കും കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും നമ്മുടെ പരിപാടികളെല്ലാം കൃത്യമായിട്ട് നടന്നു. സൈക്കിളും കാര്യങ്ങളെല്ലാം സേഫായി. ഇപ്പോൾ ബോക്സും കാര്യങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അഥവാ ഒന്ന് വീണാൽ പോലും എന്ത് ചെയ്യുക, നമ്മുടെ പെട്ടിയോ മറ്റു കാര്യങ്ങളോ യാതൊരു കേടുപാടുകളും ഉണ്ടാവില്ല. അപ്പോൾ സേഫായി എല്ലാം കൊണ്ടും. കുറച്ച് സമയം പോയെങ്കിൽ കൂടി നമ്മുടെ ഇനിയുള്ള യാത്രയെ എന്താ പറയുക സഹായിക്കുന്ന രീതിയിലെല്ലാം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ സൈറ്റാട്ടൻ തന്നെയാണ്. അതോടുകൂടി നമുക്ക് ഇവിടെ വന്നപ്പോൾ എന്താ പറയുക മീത്തൾ സ്റ്റോറിലെ എന്താ പറയുക ഇവർ എന്താ പറയുക എല്ലാവരും കൂടി കൂടിയിട്ട് നമുക്ക് ശരിക്കും ഒരു സ്വീകരണവും കാര്യങ്ങളെല്ലാം ഏർപ്പാടേക്ക് തരുകയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ സന്തോഷത്തോട് എന്താ പറയുക അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്രയാകുന്നത്. ശരിക്കും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത്രയും വലിയൊരു എന്താ പറയുക നമ്മളെ ഇത്രയും സപ്പോർട്ട്, ഇത്രയും രീതിയിൽ എല്ലാവരുടെ അടിപൊളി സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ വൈൻഡപ്പ് വീഡിയോ ആണ്. വൈൻഡപ്പ് വീഡിയോയിൽ ഇവർക്ക് എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ നോക്കാം, എന്നിട്ട് നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. പാവപ്പെട്ടവർക്ക് 5ഓളം വീടുകൾ നൽകാനായി ഇത്തരത്തിലൊരു ഉദ്യമവുമായി പുറപ്പെട്ട ഈ വയനാട്ടുകാർക്ക് ഈ നാടിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഗുഡ്, താങ്ക് യു. വിജയാശംസകൾ. ഈ 5 കുടുംബത്തിന് വീട് വെക്കാനില്ല നല്ല ഉദ്ദേശത്തോടു കൂടി പുറപ്പെട്ട ഇവർക്ക് മീത്തൽ സ്റ്റോറിന്റെ പേരിലും നമ്മുടെ കേരള വടംവലിക്കാരാണ് അനിയനാണ് ശ്രീജേഷ്, പിന്നെ ബിജു, സജിത്ത്, കുമാരേട്ടൻ, ഇന്ത്യൻ ആർമിയുടെ പഞ്ചാബിൽ വർക്ക് ചെയ്യുന്ന കിച്ചു, ജിതിൻ കിച്ചു, എല്ലാവരുടെ പേരിലും പിന്നെ ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. നമസ്കാരം. ഓൾറെഡി ഒരു ആശംസ നമ്മൾ അറിയിച്ചാണ്, എന്നാലും ഇരിക്കട്ടെ ഒന്നുകൂടെ. പിന്നെ ഇത് വ്യത്യസ്തമായൊരു ആശയം മുൻനിർത്തിക്കൊണ്ട് അത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി ഇതുപോലൊരു 2 യുവാക്കള് ഇതുപോലൊരു പ്രവർത്തനമായി മുന്നോട്ട് വന്ന് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പോലെയാണ് നമ്മളിവിടെ വന്ന് കണ്ടത്. വളരെ സന്തോഷം, ഒന്നും പറയാനില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ സന്തോഷം. നിങ്ങളെ കാണാൻ പറ്റിയതിലും നിങ്ങളുടെ ആശയത്തിനും എല്ലാവിധ ആശംസകളും. എത്രയും പെട്ടെന്ന് ഇത് മൊത്തം ഇന്ത്യ, നിങ്ങളുടെ ഒരു ആശയപ്രകാരം ഇന്ത്യ മൊത്തം കറങ്ങണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ നിങ്ങളെ ആഗ്രഹം സഫലീകരിക്കട്ടെ. അതിനുള്ള എല്ലാ വിജയാശംസകളും ഞങ്ങളെല്ലാവരും കൂടി നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനി നമ്മളെ അജയ് ചേട്ടന്റെ വക, സജിത് ചേട്ടന്റെ വക 2 ഡയലോഗും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു മിഷനായിട്ട് ഇവരുടെ കൂടെ 2 ദിവസമായിട്ട് കൂടിയിട്ട് ഞാനാണ് നമ്മളവിടെ നഗർശ്ശേരി ടൗണിൽ വെച്ച് കണ്ടാണ് ഒന്നാട്. അപ്പോൾ അവിടെ നിന്ന് പേരിയ കഞ്ഞിരത്തിങ്കൽ ഇതൊക്കെ നമുക്ക് ഇറങ്ങി ഒരു ഉദ്ദേശം പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇവരെ ആകർഷിപ്പിച്ചത്. നല്ല ഉദ്ദേശത്തോടെ ഇവരിങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സപ്പോർട്ട് 2 ദിവസമായിട്ട് ഞാനിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചേരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ ബ്രദറിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു രജീഷ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചതേ ഉള്ളൂ. വിളിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വിളിക്കായിരുന്നു, കോൺടാക്ട് ചെയ്തായിരുന്നു. സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നെ വിളിച്ചു. പിന്നെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു. അതാണ് നല്ലൊരു ഡബിളായിരുന്നു. ഡബിൾ ത്രിബിൾ എന്ന് പറഞ്ഞു. അത്രയും ആ രീതിയിൽ നമുക്ക് അറിയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമ്മൾ എത്രമാത്രം ഇവർ സഹകരിക്കുന്നുള്ളത് എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ വർക്കാണ് ഇപ്പോൾ നമ്മൾ പലർക്കത്ത് നിന്ന് മൊത്തം. പക്ഷെ ഇന്ന് കൂടുതൽ വർക്ക് ചെയ്യാനും പറ്റില്ല, വർക്ക് വണ്ടിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടാകുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ ഈ യാത്രയ്ക്ക് മുന്നേ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുന്നതിന് മുന്നേ തന്നെ ഇവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നിറവേറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് എല്ലാ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള സപ്പോർട്ടാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ഇവര് 5 പേർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർ യാത്രയിൽ കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കും. അതിലിപ്പോൾ ഒരാളായിട്ടോ കണ്ടെത്തി എന്നാണ് പറയുന്നത്. രാജപുരം ഭാഗത്തൊരു ഫാമിലിനെ ഉറപ്പിച്ച് പറയുന്നില്ല, അതിലിപ്പോൾ ലാസ്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. യാത്രയിൽ കണ്ടെത്തുന്ന ആൾക്കാർക്കാണ് നൽകുന്നത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. മുന്നിട്ട് തീരുമാനിക്കാണ്ട് യാത്രയിൽ തന്നെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഏരിയയിലെ ആൾക്കാർക്ക് ഇത്രയും താഴെയുള്ളവർ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത് ഇത്ര നല്ല കാര്യമാണ്. അപ്പോൾ എൻ്റെ ഭാഗത്ത് ഇനിയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ എവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാലും എന്നെ കൊണ്ടാകുന്ന സപ്പോർട്ട് ഞാൻ ചെയ്തു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞങ്ങളുടെ ആശയം കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല, നമുക്ക് ആർക്കെങ്കിലും ഇത് അറിയാത്തവരും നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അയച്ചു കൊടുക്കുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കയറുക, വാച്ച് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ദിവസത്തിന് വേണ്ടി, നാളേക്ക് വേണ്ടി കാത്തിരിക്കാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.